ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അരിത്തമെറ്റിക് സീക്വൻസിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് ഈ ക്വസ്റ്റ്യനിൽ പറയണമെന്ന് നോക്കാം. ഇഫ് വി ടേക്ക് n ഈക്വൽ ടു 1, 2, 3 എക്സെട്ര, റൈറ്റ് ഡൗൺ ദ വാല്യൂ ഓഫ് 3n + 2. അതിൻ്റെ വാല്യൂസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ വാല്യൂസ് എഴുതുമ്പോൾ കിട്ടുന്ന സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. അതിനുശേഷം എന്തെങ്കിലും റിലേഷൻ കാണുന്നുണ്ടോ, അതായത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ ഇതിലെ ആൾജിബ്രായിക് ഫോമിൽ എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന നമ്പർ ഏതാണ്? ഇവിടെയാണ് എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് പറഞ്ഞാൽ എന്നിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന നമ്പറിനെയാണ് നമ്മൾ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നിൻ്റെ ഇവിടെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഈ 3 എന്ന നമ്പറും കോമൺ ഡിഫറൻസും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യാൻ പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണത് ഇന്നത്തെ ടോപ്പിക്ക്. നമുക്കതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം ആദ്യം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയുന്നത് ഇവിടെ 3n + 2 എന്നത് നമ്മൾ എടുത്തിട്ട് അതിൽ എന്നിന് 1, 2, 3 എന്നുള്ളതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സീക്വൻസ് എങ്ങനെയെന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ വെൻ n ഈക്വൽ ടു 1, എന്നിന് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ന് എഴുതിക്കോളൂ. വെൻ n ഈക്വൽ ടു 1 നമുക്ക് എന്ത് കിട്ടും? 3 × 1 + 2 എന്ന് കിട്ടും അല്ലേ? അതായത് n എന്ന് പറയുമ്പോൾ 3n എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യണത്? 3 × n എന്നാണ്. അപ്പോൾ എന്നിൻ്റെ അവിടെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം? 1 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 3 × 1 എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് അടുത്തത് പ്ലസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 1 എന്ന് പറയുമ്പോൾ 3 + 2 = 5. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ഇപ്പോൾ എന്നിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ 5 എന്ന് കിട്ടി അല്ലേ? ഇനി അടുത്തത് വെൻ n ഈക്വൽ ടു 2, എന്നിനെ നമുക്ക് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ. അപ്പോൾ എന്നിനെ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 3 × 2 + 2. ആദ്യം എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം, അതിനുശേഷം പ്ലസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 3 × 2 6 + 2 8. ഓക്കെ, ഇനി അടുത്ത ടേം കണ്ടുപിടിക്കാം. ഇത് പറയുന്നത് n ഈക്വൽ ടു 1, 2, 3 എക്സെട്ര ആണ്. അടുത്തതായിട്ട് നമുക്ക് n ഈക്വൽ ടു എന്നിൻ്റെ ഇവിടെ ഈ ആൾജിബ്രായിക് എക്സ്പ്രഷനിൽ ഇവിടെയുള്ള ഈ ആൾജിബ്രായിക് എക്സ്പ്രഷനിൽ നമ്മൾ n ഈക്വൽ ടു 3 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അതായത് 3 × 3 + 2 എന്ന് കിട്ടി. 3 × 3 നമുക്ക് 9 ആണെന്നറിയാം. ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. 9 + 2 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 11 എന്നും കിട്ടി. അപ്പോൾ ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഫസ്റ്റ് പൊസിഷനിൽ ഇതിൻ്റെ മീനിങ് ഫസ്റ്റ് പൊസിഷനിൽ 5 ആണ്, സെക്കൻഡ് പൊസിഷനിൽ 8 ആണ്, തേർഡ് പൊസിഷനിൽ 11 ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഈ എക്സ്പ്രഷൻ സീക്വൻസ് ആയിട്ട് തന്നെ എഴുതി നോക്കാം. അതാണ് 5, 8, 11 എക്സെട്ര എന്ന് എഴുതി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന സീക്വൻസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഈസ് ദിസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്നാണ് ചോദ്യം. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നുള്ളത് നമുക്കറിയാം. എങ്ങനെ ചെയ്യണം? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക, തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്യുക, എന്നിട്ട് കിട്ടുന്നത് സെയിം കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്കത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് പറയാം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം x1 5 ആണ്, x2 8 ആണ്, x3 11 ആണെന്ന് എഴുതി. അതിനുശേഷം മൈനസ് ചെയ്ത് നോക്കുകയാണ്. ആദ്യം x2ൽ നിന്ന് x1 മൈനസ് ചെയ്തു. അപ്പോൾ 8 - 5 = 3 എന്ന് കിട്ടി. അടുത്തതായിട്ട് തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്തു. അതായത് 11 - 8 = 3 എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്തപ്പം തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്തപ്പോഴും സെയിം ആണ്. ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ആണ് അല്ലേ? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ആയതുകൊണ്ട് ഈ തന്നിരിക്കുന്ന സീക്വൻസ് ദ ഗിവൺ സീക്വൻസ് ഈസ് അരിത്തമെറ്റിക്. തന്നിരിക്കുന്ന സീക്വൻസ് അരിത്തമെറ്റിക് ആയിരിക്കും.
അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഈസ് ദിസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? യെസ്, ദ ഗിവൺ സീക്വൻസ് ഈസ് അരിത്തമെറ്റിക് എന്ന് പറയാം. അടുത്തതായിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ കോമൺ ഡിഫറൻസ് ആൻഡ് കോയിഫിഷ്യൻ്റ് ഓഫ് എന്നാണ്. അതാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഇത് ഇവിടുത്തെ ആൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്കറിയാം അല്ലേ. ഈ എക്സ്പ്രഷനിൽ അപ്പോൾ നോക്കാം, ഈ എക്സ്പ്രഷൻ 3n+2 എന്നാണ്. ഈ 3n+2 എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്നിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന നമ്പറാണ്. നമുക്ക് എന്നിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത് ഏതാ നമ്പർ? 3. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയും? കോയിഫിഷ്യൻ്റ് എന്നാണ് പറയും. എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയും. അപ്പോൾ ഈ എന്നിൻ്റെ കോയിഫിഷ്യൻറ്റും നമുക്ക് കിട്ടിയ അരിത്തമെറ്റിക് സീക്വൻസിൽ നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടിയല്ലോ, അതിൻ്റെ കോമൺ ഡിഫറൻസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കണം. അതേതു ഇൻ ദ എക്സ്പ്രഷൻ 3n+2 കോയിഫിഷ്യൻ്റ് ഓഫ് n ഈസ് 3 അല്ലേ. എന്നിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന നമ്പർ 3 ആണ്. അതുകൊണ്ട് അതിൻ്റെ കോയിഫിഷ്യൻ 3 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് നേരത്തെ ഒരു ഈ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എക്സ്പാൻഡ് ചെയ്തപ്പോൾ കിട്ടിയ അരിത്തമെറ്റിക് സീക്വൻസാണ് 5, 8, 11. അപ്പോൾ അതിൽ നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിലെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടോ, ഇൻ ദ ഗിവൺ സീക്വൻസ് കോമൺ ഡിഫറൻസ് ഈസ് 3. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നിയോ? യെസ്, എന്തായിരിക്കും? കോമൺ ഡിഫറൻസും ആൾജിബ്രൈക് എക്സ്പ്രഷനിൽ എന്നിൻ്റെ കോയിഫിഷ്യൻ്റായി വരുന്ന നമ്പറും സെയിം ആയിരിക്കും. ഓക്കെ, അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷനിൽ എന്നിൻ്റെ കോയിഫിഷ്യൻ്റായി വരുന്ന നമ്പറും അതുപോലെ കോമൺ ഡിഫറൻസും സെയിം തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നാൽ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരികയാണ്, എങ്ങനെ കിട്ടും നോക്കട്ടെ. അപ്പോൾ ഈ തന്നിരിക്കുന്നത് ഒരു ആൾജിബ്രൈക് ഫോമിൻ്റെ എക്സ്പ്രഷനാണ് തന്നിരിക്കുന്നത് 5 - 2n. അപ്പോൾ ഇതിൽ നമ്മളൊന്നും ചെയ്ത് നോക്കണില്ല, കണ്ടതും അതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയെന്ന് പറയണം. എത്രയായിരിക്കും? ഇവിടെ എന്നിൻ്റെ, ഞാൻ ടീച്ചർ പറഞ്ഞു, എന്നിൻ്റെ കോയിഫിഷ്യൻ്റായി വരുന്ന നമ്പറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത്, ഇപ്പോൾ എന്നിൻ്റെ കോയിഫിഷ്യൻ്റായി വരുന്നത് വേഗം കുട്ടികൾ പറയുക 2 ആണെന്ന് പറയും. അങ്ങനെ പറയാൻ പാടില്ല, 2ൻ്റെ സൈൻ അടക്കം ചേർത്തി പറയണം. കുട്ടികളെ, ഈ ആൾജിബ്രൈക് എക്സ്പ്രഷനിൽ 5 - 2n കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്നിൻ്റെ കോയിഫിഷ്യൻ്റായി വരുന്ന നമ്പറാണ്. അപ്പോൾ ഹിയർ കോയിഫിഷ്യൻ്റ് ഓഫ് n ഇസ് ഈക്വൽ ടു എന്ത് വരും? എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ എന്നിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന നമ്പർ 2 ആണ് അല്ലേ. അപ്പോൾ പെട്ടെന്ന് 2 എന്ന് പറയാൻ പാടില്ല, 2ൻ്റെ സൈൻ അടക്കം ചേർത്തി പറയണം. അപ്പോൾ -2, കോയിഫിഷ്യൻ്റ് ഓഫ് n ഇസ് ഈക്വൽ ടു -2 എന്ന് പറയും. അപ്പോൾ നമ്മൾ പഠിച്ചു ഏതൊരു ആൾജിബ്രൈക് എക്സ്പ്രഷൻ, അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷനിൽ കോയിഫിഷ്യൻ്റ് ഓഫ് n തന്നെയാണ് അതിൻ്റെ കോമൺ ഡിഫറൻസ്. സോ കോമൺ ഡിഫറൻസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? -2 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൽ അപ്പോൾ നമുക്കിതിനെ x എന്ന് കൊടുക്കാം, ആൾജിബ്രൈക് എക്സ്പ്രഷൻ ആയതുകൊണ്ട്. ഇതിൽ നമുക്ക് ഫസ്റ്റ് ടേമാണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു, ഇനി ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം, എന്നിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? 1 എന്ന് കൊടുക്കണം അല്ലേ. അപ്പോൾ ഞാൻ ടീച്ചർ കൊടുത്തു S1 = 5 അതുപോലെ തന്നെ എഴുതുക, -ഉം അതുപോലെ തന്നെ എഴുതുക, 2 അതുപോലെ എഴുതുക. പക്ഷേ 2 × 1, എന്നിൻ്റെ പ്ലേസിൽ 1 ആയതുകൊണ്ട് 1 കൊടുത്തു. അപ്പോൾ 5 - 2 = ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് ടീച്ചർ പറഞ്ഞു അല്ലേ. അതുപോലെ മൾട്ടിപ്ലൈ ചെയ്തു, എഴുതി, 5 മൈനസ് ചെയ്തു, അപ്പോൾ 3 എന്ന് കിട്ടി. x1 കിട്ടി. അതേപോലെ x2 കൂടെ കണ്ടുപിടിച്ച് നോക്കൂ. അങ്ങനെ x2 കണ്ടുപിടിക്കണം നിർബന്ധമില്ല, കോമൺ ഡിഫറൻസും കിട്ടി, ഫസ്റ്റ് ടേമും കിട്ടി. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ചെയ്തു പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ 3 എന്ന് എഴുതൂ, അതിനുശേഷം ഫസ്റ്റ് ടേം 3 ആയതുകൊണ്ട് 3 എന്ന് എഴുതി. ഇനി കോമൺ ഡിഫറൻസ് -2 ആണ്. അപ്പോൾ നെഗറ്റീവ് നമ്പറാണ് വരുന്നത് എങ്കിൽ ഈ സീക്വൻസ് ഡിക്രീസ് ചെയ്ത് വരും. ആഡ് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ ഡിക്രീസ് ചെയ്തു. അപ്പോൾ 3ൻ്റെ കൂടെ, ഇതിൻ്റെ മീൻ ചെയ്യുന്നത് 3ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3ൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് -2 ആണെങ്കിൽ എന്താണ് വരിക? +×
പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആയിരിക്കും. അപ്പോൾ 3 - 2 = 2 എന്ന് വരും. 3യിൽ നിന്ന് 2 മൈനസ് ചെയ്യാമെന്ന് വരും. അപ്പോൾ 1 വരും. അപ്പോൾ 1 അടുത്തത് വീണ്ടും 1ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. 1ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ 1ൻ്റെ കൂടെ -2 ആഡ് ചെയ്യുക എന്ന് വരും. അതായത് 1 - 2. 1 2 മൈനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ -1 ആണ് വരും. -1 വരും. ഇങ്ങനെ ഈ സീക്വൻസ് ഇങ്ങനെയായിരിക്കും വരും. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ കുട്ടികൾ? ഓക്കെ. അടുത്തതായിട്ട് വളരെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഒരു അരിത്തമാറ്റിക് സീക്വൻസിൽ നമുക്ക് 25th ടേമാണ് 15 തന്നിരിക്കുന്നത്. അതുപോലെ കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് 80th ടേമാണ്. അപ്പോൾ ഇങ്ങനൊരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ്. വളരെ രസകരമായൊരു ഭാഗമാണിത്. ഇത് ഫസ്റ്റ് ടേം അറിയണമെന്നില്ല. നമുക്ക് ഈ 25th ടേമിൽ നിന്ന് തന്നെ കോമൺ ഡിഫറൻസ് അറിഞ്ഞ സ്ഥിതിക്ക് 80th ടേം എന്താണെന്നുള്ളത് വളരെ രസകരമായി തന്നെ കണ്ടുപിടിക്കാം. നിങ്ങൾ വളരെ മുൻപ് പഠിച്ചൊരു ഇക്വേഷൻ ഓർമ്മയുണ്ടോ? അതായത് കോമൺ ഡിഫറൻസ് ഈക്വൽ ടു, അല്ലേ, ഓർമ്മയുണ്ടാവും. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അത് തന്നെയാണ് ടീച്ചർ ഇവിടെയും അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കോമൺ ഡിഫറൻസ് അപ്പോൾ കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പോൾ അത് സ്റ്റെപ്പിൽ എഴുതി. ഈക്വൽ ടു ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് ടേംസും തമ്മിലുള്ള ഡിഫറൻസാണ്. x80 തന്നിട്ടില്ല, പക്ഷെ നമ്മളത് ചെയ്യും. അപ്പോൾ ടേം ഡിഫറൻസ് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ടേം പറയുമ്പോൾ x80 ആണല്ലോ ഏറ്റവും വലുത്. പിന്നെ x25 ഏറ്റവും ചെറുത്. അപ്പോൾ x80 - x25 ഇങ്ങനെ എഴുതാം. ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ 80th പൊസിഷനിലാണ് x80, 25th പൊസിഷനിലാണ് x25. അപ്പോൾ 80 - 25 എന്ന് എഴുതാം. അപ്പോൾ 2 = x80 നമുക്കറിയില്ല, അത് അങ്ങനെ തന്നെ എഴുതിക്കോളും. ഇനി x25 എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ നമ്മളത് 50 എന്ന് മേലെ എഴുതും. താഴെ ഇനി ഇവിടെ ഡിനോമിനേറ്ററിൽ 80 - 25 മൈനസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 80 നമുക്ക് 25 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. 80 അതായത് ഇവിടെ കോമൺ ഡിഫറൻസിന് 2 കൊടുത്തു. x80 എന്നുള്ളത് നമുക്കറിയില്ല, അതുപോലെ ഇട്ടു. ഇനി മൈനസ് ചെയ്തു. x25ൻ്റെ അവിടെ 50 എന്ന് എഴുതി. അതിനുശേഷം 80 - 25 ചെയ്ത് നോക്കുക. മൈനസ് ചെയ്ത് നോക്കുമ്പോൾ 55 എന്ന് വരും, അല്ലേ? 55 എന്ന് എഴുതി. ഇനി നമുക്കൊരു ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഡിനോമിനേറ്ററിൽ, അതായത് ഇവിടെ ഡിവൈഡ് ചെയ്ത്, ഈ ഭാഗത്ത് ഡിവൈഡ് ചെയ്ത് വരുന്ന നമ്പറാണ് 55. അത് നമ്മൾ ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ വരും. അപ്പോൾ ഡിവിഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പറേഷനാണ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടുത്തെ 55 ഡിവൈഡ് ചെയ്ത് വന്നിരിക്കുകയാണ്. അത് ഇങ്ങോട്ട് പോകുമ്പോൾ, അതായത് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 2 × 55 എന്ന് വരും. ഈക്വൽ ടു x80. അതേപോലെ തന്നെ ന്യൂമറേറ്റർ എഴുതി. ഇനി 2 × 55 എത്രയാണ്? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലേ? 110 വരും. അപ്പോൾ 110 = x80 - 50. ഇനി നിങ്ങൾ അറിയാം, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് x80 ആണ്, ഇവിടെ -50 ആണ്. അപ്പോൾ ഈ നെഗറ്റീവ് നമ്പർ -50 എന്ന് പറയുന്നത് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഇതിനിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ +50 എന്നാവും. അപ്പോൾ നമുക്ക് 110 + 50 = x80 എന്ന് കിട്ടി. അതായത് 110ഉം 50ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 160. അതാണ് x80. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. 80th ടേം എന്ന് പറയുന്നത് 160 ആണ്. അപ്പോൾ ഇതിന് വേണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ്, ചില കുട്ടികൾ ഇന്ന് 9th ടേം കണ്ടുപിടിക്കാൻ പോകും, ചിലവർ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പോകും. അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച ഈ ഫോർമുല നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ചിന്തിക്കുക. താങ്ക് യു. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം. ഓക്കേ.